നരേന്ദ്രമോദിയുടെ ബിരുദ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച വിവരങ്ങൾ ഇനി പുറം ലോകം കാണില്ല. വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയിരിക്കുന്നു. സാധാരണക്കാരന് ഭരണകൂടത്തിന്റെ സുതാര്യത ഉറപ്പുവരുത്താൻ ലഭിച്ച അവസാനത്തെ ആയുധമായ വിവരാവകാശ നിയമമായ റൈറ്റ് ടു ഇൻഫർമേഷന് ലഭിച്ച കനത്ത തിരിച്ചടിയാണിത്. 2016 ഈ വിവാദങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പ്രധാനമന്ത്രി 1978 ഡൽഹി സർവകലാശാലയിൽ നിന്ന് BA പാസ്സായി എന്ന് അവകാശപ്പെട്ടിരുന്നു. ഇതിന്റെ നിജസ്ഥിതി അറിയാനായി ഒരു വിവരാവകാശ പ്രവർത്തകൻ ആ വർഷം BA പാസ്സായ എല്ലാ വിദ്യാർത്ഥികളുടെയും വിവരങ്ങൾ സർവകലാശാലയോട് ആവശ്യപ്പെട്ടിരുന്നു. പേര്, റോൾ നമ്പർ, മാർക്ക് തുടങ്ങിയ വിവരങ്ങളായിരുന്നു ചോദിച്ചത്. ആദ്യം സർവകലാശാല വിവരങ്ങൾ നൽകാൻ വിസമ്മതിക്കുകയായിരുന്നു. എന്നാൽ വിവരാവകാശ കമ്മീഷൻ ഇടപെടുകയും ഒരു പൊതുപ്രവർത്തകന്റെ വിദ്യാഭ്യാസ യോഗ്യത അറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ടെന്നും അതിനാൽ വിവരങ്ങൾ നൽകണമെന്നും ഉത്തരവിടുകയായിരുന്നു. ഈ ഉത്തരവിനെതിരെ ഡൽഹി സർവകലാശാല ഹൈക്കോടതിയെ സമീപിക്കുകയും വിദ്യാർത്ഥികളുടെ വിവരങ്ങൾ സർവകലാശാലയുടെ കൈവശം ഒരു വിശ്വാസത്തിന്റെ പുറത്തുള്ള സ്വകാര്യ രേഖയാണെന്നും അത് പുറത്തുവിടുന്നത് സ്വകാര്യതയുടെ ലംഘനമാകുമെന്നും ഡൽഹി സർവകലാശാല വ്യക്തമാക്കി. ആർക്കെങ്കിലും കൗതുകം തോന്നി എന്നതുകൊണ്ട് മാത്രം വിവരങ്ങൾ നൽകാനാവില്ല എന്നായിരുന്നു സർവകലാശാലയുടെ നിലപാട്. വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി സർവകലാശാലയുടെ വാദം അംഗീകരിച്ചു. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സംബന്ധിച്ച വിവരങ്ങൾ ഇനി രഹസ്യമായി തുടരും. തീർച്ചയായും ആവശ്യപ്പെട്ട പ്രകാരം വാർത്താ ഫോർമാറ്റിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് താഴെ നൽകുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദ്യാഭ്യാസ യോഗ്യത സംബന്ധിച്ച വിവാദങ്ങൾ വീണ്ടും ചർച്ചയാകുമ്പോൾ ഈ വിഷയത്തിന് നിയമപരവും രാഷ്ട്രീയപരവുമായി മാനം നൽകുന്നതിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ വഹിച്ച പങ്ക് നിർണായകമാണ്. വിവരാവകാശ പ്രവർത്തകർ നൽകിയ അപേക്ഷകളാണ് കേസിന് അടിസ്ഥാനമെങ്കിലും കെജ്രിവാളിന്റെ ഇടപെടലുകളാണ് വിഷയത്തിന് ദേശീയ ശ്രദ്ധ നൽകിയതും നിയമ പോരാട്ടങ്ങൾക്ക് വഴിയൊരുക്കിയതും. 2016 കെജ്രിവാൾ ഈ വിഷയം സജീവമായി ഉന്നയിക്കാൻ തുടങ്ങിയത്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന് ഒരു കത്തെഴുതിയ അദ്ദേഹം തന്റെ ഔദ്യോഗിക വിവരങ്ങൾ വെളിപ്പെടുത്താൻ മടിയില്ലെന്നും എന്നാൽ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി സംബന്ധിച്ച വിവരങ്ങൾ കമ്മീഷൻ എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ലെന്നും ചോദ്യം ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ബിരുദം പരസ്യമാക്കണമെന്ന് അദ്ദേഹം പൊതുവേദികളിൽ ശക്തമായി ആവശ്യപ്പെട്ടു. ഇതോടെ വിഷയം ഒരു സാധാരണ വിവരാവകാശ അപേക്ഷ എന്നതിലുപരി വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. കെജ്രിവാളിന്റെ കത്ത് ഒരു പൗരന്റെ പരാതിയായി പരിഗണിച്ച അന്നത്തെ വിവരാവകാശ കമ്മീഷണർ M. ശ്രീധർ ആചാര്യലു പ്രധാനമന്ത്രിയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകൾ നൽകാൻ ഉത്തരവിട്ടു. ഈ ഉത്തരവാണ് പിന്നീട് സർവകലാശാലകൾ കോടതിയിൽ ചോദ്യം ചെയ്തതും ഒടുവിൽ ഡൽഹി ഹൈക്കോടതി റദ്ദാക്കിയതും. ഡൽഹി സർവകലാശാലയിലെ കേസിന് സമാനമായി പ്രധാനമന്ത്രിയുടെ ബിരുദാനന്തര ബിരുദം സംബന്ധിച്ച കേസ് ഗുജറാത്ത് ഹൈക്കോടതിയിലും നടന്നിരുന്നു. ഈ കേസിൽ അരവിന്ദ് കെജ്രിവാൾ നേരിട്ട ഒരു കക്ഷിയായിരുന്നു. എന്നാൽ വിവരാവകാശ നിയമത്തെ രാഷ്ട്രീയമായി ദുരുപയോഗം ചെയ്തു എന്ന് നിരീക്ഷിച്ച ഗുജറാത്ത് ഹൈക്കോടതി കെജ്രിവാളിന് 25,000 രൂപ പിഴ ചുമത്തുകയും വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. പ്രധാനമന്ത്രിയുടെ ബിരുദത്തെക്കുറിച്ച് നിരന്തരം സംശയങ്ങൾ ഉന്നയിച്ചതിന് ഗുജറാത്ത് സർവകലാശാല അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടി നേതാവ് സഞ്ജയ് സിംഗിനുമെതിരെ അപകീർത്തി കേസ് ഫയൽ ചെയ്തിരുന്നു. സർവകലാശാലയുടെ പ്രതിച്ഛായയ്ക്ക് കളങ്കമുണ്ടാക്കുന്നതാണ് ഇവരുടെ പ്രസ്താവനകൾ എന്നായിരുന്നു ആരോപണം. ഈ കേസ് റദ്ദാക്കണമെന്ന കെജ്രിവാളിന്റെ ആവശ്യം സുപ്രീം കോടതി തള്ളിയതോടെ അദ്ദേഹം വിചാരണ നേരിടേണ്ട സാഹചര്യവും ഉണ്ടായി. ചുരുക്കത്തിൽ പ്രധാനമന്ത്രിയുടെ ഡിഗ്രി വിവാദങ്ങൾക്ക് പിന്നിലെ നിയമ പോരാട്ടങ്ങളുടെ തുടക്കം വിവരാവകാശ പ്രവർത്തകരിൽ നിന്നാണെങ്കിലും അതിന് രാഷ്ട്രീയമായ ശ്രദ്ധയും സമ്മർദ്ദവും നൽകിയത് അരവിന്ദ് കെജ്രിവാളാണ്. അദ്ദേഹത്തിന്റെ ഇടപെടലുകളാണ് സർവകലാശാലകളെ കോടതിയെ സമീപിക്കാൻ പ്രേരിപ്പിച്ചതും വിഷയം ഇത്രയധികം നിയമപരവും രാഷ്ട്രീയവുമായ ചർച്ചകൾക്ക് കാരണമായതും. സ്വകാര്യത, വിശ്വാസപരമായ ബന്ധം തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ച് ഏത് വിവരവും ഇനി നിഷേധിക്കാമെന്ന സ്ഥിതി വരും. ഇത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യത്തെ തന്നെ ഇല്ലാതാക്കുകയാണ്. സാധാരണക്കാരന് അഴിമതിക്കെതിരെ പോരാടാനുള്ള വഴികളാണ് ഇതോടെ അടയുന്നത്. ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് യഥാർത്ഥമാണെങ്കിൽ അത് പുറത്തുവിടുന്നതിൽ സർക്കാരിനോ സർവകലാശാലയ്ക്കോ എന്തിനാണ് ഇത്ര ആശങ്ക? ഈ ഒളിച്ചുകളി കൂടുതൽ സംശയങ്ങൾക്കാണ് വഴിവെക്കുന്നത്. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് യജമാനന്മാർ. അവർക്ക് തങ്ങളെ ഭരിക്കുന്നവരെ കുറിച്ച് അറിയാൻ അവകാശമുണ്ട്. ആ അവകാശത്തെയാണ് ഡൽഹി ഹൈക്കോടതിയുടെ ഈ വിധി ചോദ്യം ചെയ്യുന്നത്. പ്രധാനമന്ത്രിയുടെ ഡിഗ്രി ഒരു കടലാസ് കഷ്ണം മാത്രമല്ല, അത് ഭരണകൂടത്തിന്റെ സുതാര്യതയുടെ പ്രതീകം കൂടിയാണ്. ആ പ്രതീകമാണ് ഇപ്പോൾ ഇരുട്ടറയിൽ ഒളിപ്പിക്കപ്പെടുന്നത്.